സകല നിവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായ ദിവസം ഈ പ്രഭാതത്തിൽ നമ്മുടെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഞങ്ങളുടെ ഉള്ളങ്ങളെ ദിവസത്തിലേക്ക് ഉയർത്തുവാൻ, യഥാർത്ഥമായി അങ്ങ് വിളിച്ചപേക്ഷിക്കാൻ പ്രാർത്ഥിക്കാൻ അന്നത്തെ അവസരത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചക്കാർ അങ്ങയുടെ ഓരോരുത്തരെയും അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്നതോ നൽകിയ ആത്മീയവും ഭൗതികമായ നന്മകൾക്കായി പറയും. സർക്കാർ നല്ലവനും അനുഭവിപ്പാൻ, സർക്കാർ നല്ലവനും തിരിച്ചറിവാൻ, സർക്കാരെ ഞങ്ങളെ സഹായിക്കുന്നതിനായി പറയുന്നു. സർക്കാരെ ഞങ്ങളെ കുളഞ്ഞാലും ശിവനായാലും സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഹൃദയത്തോടുകൂടെ അങ്ങനെയായിരിക്കുക, സത്യത്തിലെ ആത്മാവ് അങ്ങനെയായിരിക്കുക. അഗ്രാമമായി ഞങ്ങളുടെ പേരിൽ പകരമേ പ്രാർത്ഥിച്ചു. ഈ ആരാധനയിലേക്ക് കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ കുറിച്ച് പ്രാർത്ഥന വരേണ്ടുന്ന തക്ക സ്ഥലത്തെ കൂടി ചേർക്കണമേ. ഈ ആരാധന ഓരോ ജീവിതങ്ങൾ ഓരോ കുടുംബങ്ങൾക്കും അനുസരിക്കാനുമായി തീരുമാനം തന്നെ പ്രവർത്തിക്കണമേ. കർത്താവേ, കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. പുസ്തകത്തിലെ 5-ാമത്തെ പാട്ട് പാടും. പുസ്തകത്തിലെ 5-ാമത്തെ പാട്ട്.
21 സാധാരണ വായന ഉപയോഗിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥത്തോടെ അടുത്തു വന്ന നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ പറഞ്ഞു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുക. നമ്മുടെ സഹായം എപ്പോഴും നാമത്തിലുണ്ടെന്ന് ലംഘനങ്ങളെ എപ്പോഴൂടെ പറയും ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ആയുള്ളത് അരിഷ്ടപാടുകളായി ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരും ആകുന്നു. നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ നിന്നോട് ഏറ്റു പറയുന്നു. ആകയാൽ ഞങ്ങൾ അഭ്യർത്ഥിപ്പാൻ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളോട് ശത്രുക്കളാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് പകരം ഞങ്ങളോട് ഞങ്ങളെല്ലാ പാപങ്ങളെയും ശ്രമിക്കണമേ. നിന്നെ നിന്റെ നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് ഉപരിതാനും ഏകപുത്രനെ നമുക്ക് പകരം മരണം ലഭിച്ചിരിക്കുന്നു. അവനിമിത്തം നമ്മളെല്ലാ പാപങ്ങളെയും രക്ഷിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന വാഗ്ദത്തം കാണിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. 32ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യമായിട്ട് മാറ്റിയാണ്. സങ്കീർത്തനം 32. ലേഖനമനുസരിച്ച് പാപമായി ഞാൻ വിദ്യാർത്ഥിരുന്നപ്പോൾ കൃത്യമായി എടുത്തെത്താൻ എന്റെ അസ്ഥികൾ ക്ഷീണിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മധ്യ വേനൽക്കാലത്തിലെ ഉഷ്ണക്കാലെന്ന പോലെ പറ്റിപ്പോയി. ഞാൻ എന്റെ പാപം അറിയിച്ചു. എന്റെ അകത്ത് മറന്നിട്ടില്ല. എന്റെ ലേഖനങ്ങൾ എപ്പോഴും എത്തി പറയുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപത്തിൽ ഇത് നിമിത്തം ഓരോ പട്ടണം കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ചെറുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോട് എത്തുകയില്ല. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അവരുടെ സമയങ്ങളായ കഴിഞ്ഞ കൂട്ടത്തെ കൊണ്ട് അവരെ അടക്കി വരുന്നു. അന്യകാലത്ത് സ്വാധീനമാകുന്നില്ല. ദുഷ്ടന് വളരെ ഗൗരവമുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നതിനെയോ ദേവസിക്കൊള്ളും. ഹൃദയപരമായുള്ളവരെ കോഴ്സുല്ലസിക്കും. ആദ്യമെങ്കിലും ഇപ്പോഴും തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതത്തിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം.
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മോശപ്പെടുത്തുന്നു. നിന്റെ വലിയ മോഹത്തിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകദാനായ കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നതിനായി ദൈവത്തിന്റെ ആരാധനയോടെ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവരെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ കർത്താവായിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവുള്ളത്. പിതാവായ ദൈവത്തിന്റെ കർത്താവ് കൂടെ മാറാതെ അവന്റെ ആത്മാവിലേക്ക് മാറാവട്ടെ. പ്രാർത്ഥിക്കാം. സർവശക്തൻ നിത്യനുമായിരുന്നു വിശ്വാസവും സ്നേഹവും പ്രത്യാശ വർദ്ധിപ്പിച്ച് തരണമേ. ഈ വാഗ്ദത്തം ചെയ്യുന്നത് ഞാൻ ലഭിക്കത്തക്കവണ്ണം നിന്റെ കൽപ്പനകളെ സ്നേഹിക്കേണ്ടതിന് ഞങ്ങൾക്ക് കൃപ കരുതണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവോട് കൂടെ ഏകദൈവമായി കാലാവസ്ഥനെ കൂടാതെ ജീവിച്ചു വാഴുന്ന ഇതെപ്പോഴും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പുതിയ 434 പാട്ട് പാടാം. പുതിയ 434 പാട്ട് വലിയ പുസ്തകത്തിൽ 366. വലിയ പുസ്തകത്തിൽ 366. Amen.
വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 14-ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഒരു ഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യം. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിനെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നതിനാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ട് തിരിയാഞ്ഞാൽ അവൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന ഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമർ എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. വിശുദ്ധ റോമർ എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. വിശുദ്ധ റോമർ എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. നടക്കുന്നവരോ അതുപോലെ തന്നെ കയറ്റാതിരിക്കാൻ ഇച്ഛിക്കുന്നതോ നന്മ ചെയ്ത് എന്നാൽ അവനോട് പുകഴ്ചയും നിന്റെ നന്മയ്ക്കായി കണ്ടോ അവൻ ദൈവശുശ്രൂഷക്കാരനാക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. വെറുതെയല്ല അവൻ മരിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി അധികാരിയായ ദൈവശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസ്സാക്ഷിക്ക് അത്തരവ് വിചാരിച്ച് കിരീടമില്ല ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ശ്രേഷ്ഠ ശുശ്രൂഷകന്മാരും ആ കാരണം തന്നെ നോക്കുന്നവന് മാറുന്നു. എല്ലാവർക്കും കടമയുള്ളവരോട് നികുതി കൊടുക്കുന്നവന് നികുതി, ചൂത കൊടുക്കുന്നവന് ചൂതം, ഭയം കാണിക്കുന്നവനോട് ഭയം, നാളെ കാണിക്കുന്നവന് നാമം. എന്നോട് സ്നേഹിക്കുന്നത് അല്ലാതെ ആരും എന്നെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നവന് വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത് എന്നുള്ളത് സംശയിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരുടെ ദോഷം പ്രവർത്തിക്കുന്നത് ആദ്യ സ്നേഹ ന്യായപ്രമാണത്തിൻ്റെ
വായിക്കുവാനായി ജനിപ്പിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യം. കർത്താവേ, നിനക്ക് ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കി പിടിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോയി ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകിയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ കാണിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു ഇരിക്കല് കെട്ടി അവനെ ശബ്ദത്തിന്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. നിന്റെ കയ്യോ കാലോ ഇടർച്ച ആയാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. രണ്ട് കൈയും 2 കാലും ഉള്ളവനായി വിദ്യാർത്ഥി വീടുകളെക്കാൾ അംഗഹീനനായിട്ടോ ഉടത്തനായിട്ടോ നിങ്ങൾ കടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച ആയാൽ അതിനെ ഉന്നടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീടുകളെക്കാൾ ഒറ്റക്കണ്ണനായി ജീവിൽ കടക്കുന്നത് നിനക്ക് നന്ന്. ഈ ചെറിയവരിൽ ഒരുത്തനെ ഉച്ചീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിനോട് എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിന്നോട് പറയുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അവയിൽ 1 തെറ്റി ഉയർന്നു പോയാൽ 99നെയും തേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99-ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചുപോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നില്ല. നിന്റെ സഹോദരൻ നിന്നോട് വീഴ്ചാൽ നീ ചെന്ന് നീയും അവന് മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം പറ്റുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാനാലോ 2-3 സാക്ഷികളുമായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ടു ചെല്ലുക. അവരെ കൂട്ടാക്കാനാൽ സഭയോട് അറിയിക്കുക. സഭയെ കൂട്ടാക്കാനാൽ അവൻ നിനക്ക് എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായി എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് ശേഷിയുടെ നാമം വായിച്ചു. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് സർവശക്തിയുള്ള
ചെയ്ത് സർവ്വശക്തിയുടെ അവിടെ കൊണ്ടുവരെയും മരിച്ചവരെയും പരിശുദ്ധാത്മാവിനെ നടുത്തമാവുന്ന പാപങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആമേൻ. ഇപ്പോൾ പുതിയ പുസ്തകത്തിൽ 414 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 414, പഴയ പുസ്തകത്തിൽ 354 പാട്ട്, വലിയ പുസ്തകത്തിൽ 354 പാട്ട്. പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമായ ക്രിസ്തു യേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം നേരത്തെ വായിച്ചു കേട്ട ഒന്നാമത്തെ വേദഭാഗം എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇപ്രകാരം കാണുന്നു: അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തേണം. ഞാൻ ദുഷ്ടനോട് ദുഷ്ട, നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ട് തിരിയാഞ്ഞാൽ അവൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതങ്ങളിൽ അഭ്യസിക്കുന്ന ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിനായി നന്ദി പറയുന്നു. പല ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ
സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിക്കുവാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായിട്ട് അങ്ങ് പറയുന്നു. ദൈവമേ, അങ്ങയുടെ മധ്യേ അങ്ങ് എഴുന്നള്ളി വന്നിരിക്കുന്നുവല്ലോ. അങ്ങനെയൊക്കെയായിട്ട് തന്ന ഈ തിരുവചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, ഈ വചനങ്ങളുടെ മർമ്മങ്ങൾ ശരിയായിട്ട് ഗ്രഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയിലെയും അങ്ങയുടെ ആത്മാവിലൂടെ വഴി നടത്തണമേ. വചനം ശ്രദ്ധയോടെ കേട്ട് ഹൃദയത്തിൽ നിക്ഷേപിക്കുവാനും വചനം അനുസരിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ ധ്യാനപാഠത്തിന്റെ കേന്ദ്ര ആശയം വചനം തരുന്ന ഉത്തരവാദിത്വങ്ങൾ അനുസരണത്തോടെ നിവർത്തിപ്പാൻ ദൈവകൃപ തേടണം. വചനം തരുന്ന ഉത്തരവാദിത്വങ്ങൾ ഇവിടെ നമ്മുടെ ധ്യാനഭാഗത്ത് അവിടെ ദൈവം പ്രവാചകനോട് പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. കാവൽക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴയ നിയമകാലത്ത് പഴയ രാജഭരണത്തിലൊക്കെ കാവൽക്കാർക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശത്രു രാജ്യം, ശത്രു സൈന്യം കടന്നു വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പാളയത്തിലേക്ക്, തങ്ങളുടെ രാജ്യത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നവരാണ് കാവൽക്കാർ. രാജ്യത്തെ കാക്കുന്നവർ, രാജ്യത്തെ സംരക്ഷിക്കുന്നവരാണ് കാവൽക്കാർ. ഇവിടെ പ്രവാചകനെ ദൈവം കാവൽക്കാരനാക്കി വച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഗൃഹത്തെ സൂക്ഷിക്കുവാൻ, അവരെ പരിപാലിക്കുവാൻ, അവരുടെ തെറ്റുകളെ ഉണർത്തിക്കുവാൻ, അവരെ നേരെ വഴിയിൽ നയിക്കുവാൻ പ്രവാചകനെ ദൈവം കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നമ്മെയും ദൈവം നമ്മുടെ സഹോദരന്റെ മധ്യയെ കാവൽക്കാരാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ധ്യാനഭാഗം നമ്മോട് പറയുന്നത്. നമ്മോട് കൂടെയുള്ളവരെ കരുതുവാൻ, അവിടെ കുറവുകളെ ഉണർത്തിക്കുവാൻ, അവിടെ ബലഹീനതകളിൽ താങ്ങുവാൻ ദൈവം നമ്മെയും കാവൽക്കാരാക്കി വച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണവും സുവിശേഷവും അറിയിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. ഇവിടെ എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടതനുസരിച്ച് തെറ്റിരിക്കുന്നവരോട് തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പലപ്പോഴും നാം അത് ചെയ്യാറില്ല. തെറ്റിലകപ്പെട്ടിരിക്കുന്ന വ്യക്തികളോട് അവരുടെ തെറ്റുകളെ കുറിച്ച് നാം പലപ്പോഴും ഉണർത്തിക്കാറില്ല. മറ്റുള്ളവർ അല്ലെങ്കിൽ ആ തെറ്റിലിരിക്കുന്ന വ്യക്തി നാം പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുമോ എന്നുള്ള സംശയമാണ്. നമ്മുടെ വാക്കുകൾ എങ്ങനെ എടുക്കുമെന്നുള്ള സംശയമാണ്. പലപ്പോഴും തെറ്റ് കണ്ടാൽ അത് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നില്ല. പലപ്പോഴും കണ്ടിട്ട് കാണാത്തവരെ പോലെ നാം ആയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ തിരുവചനം പറഞ്ഞതനുസരിച്ച് നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒരു തെറ്റിൽ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, പാപവഴിയിലായിരിക്കുന്നുവെങ്കിൽ അത് അവന് ഉണർത്തിക്കണം, അവന്റെ തെറ്റിനെ കുറിച്ച് ഉണർത്തിക്കണം. അത് നമ്മുടെ കടമയാണ് എന്നുള്ളത് ഇവിടെ തിരുവചനം നമ്മോട് പറയുകയാണ്. തെറ്റിരിക്കുന്ന വ്യക്തിയെ അവനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെ എന്നുള്ള സ്വീകരിക്കേണ്ട സമീപന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് അവന് നീ മാത്രം ഉള്ളപ്പോൾ ചെന്ന് അവന് ആ തെറ്റിനെ കുറിച്ച് ഉണർത്തിക്കുകയാണ്. എന്നാൽ അവനത് കേൾക്കാഞ്ഞാൽ 2 or 3 സാക്ഷികളെ കൂടെ നീ കൂട്ടിക്കൊണ്ട് പോയി അവനെ ഉണർത്തിക്കുക. അവൻ അതും കേൾക്കാഞ്ഞാൽ 3ാമതായിട്ട് സഭയായിട്ട് നീ ചെന്ന്
നിന്റെ സഹോദരനോട് അവന്റെ തെറ്റിനെ കുറിച്ച് ഉണർത്തിക്കണം എന്ന് ഇവിടെ പറയുകയാണ്. ഒരുവൻ തെറ്റിലകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവന്റെ തെറ്റിനെ കുറിച്ച് നാം ഉണർത്തിക്കുന്നില്ല എങ്കിൽ അവൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തമോ അത് ഞാൻ നിന്നോട് ചോദിക്കുമെന്ന് ഇവിടെ തിരുവചനം നമ്മോട് പറയുകയാണ്. ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കുമെന്ന് പറയുകയാണ്. അതെ, അപ്പോ നമ്മോട് കൂടെയുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ തെറ്റിലകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, അവർ പാപത്തിലായിരിക്കുന്നുവെങ്കിൽ നാം അത് ഉണർത്തിക്കാതിരുന്നാൽ അവൻ തന്റെ പാപനിമിത്തം മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കുമെന്ന്. ദൈവം നമ്മെ നമ്മുടെ സഹോദരന്റെ, നമ്മുടെ കൂടെയുള്ളവരുടെ കാവൽക്കാരായി വെച്ചിരിക്കുകയാണ്. തെറ്റ് കണ്ടിട്ട് നാം കണ്ടയ്ക്കാനായിട്ട് പാടില്ല. തെറ്റ് നാം ഉണർത്തിക്കണം. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സഭാജീവിതത്തിലായാലും തെറ്റ് നാം അത് ഉണർത്തിക്കേണ്ടതായിട്ടുണ്ട്. അവൻ തെറ്റിലകപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ നാം നേടിയെടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തെറ്റ് ഉണർത്തിച്ചിട്ടും ദുഷ്ടൻ അല്ലെങ്കിൽ പാപത്തിലായിരിക്കുന്ന വ്യക്തി അവൻ പിന്തിരിയുന്നില്ല എങ്കിൽ നീ നിന്റെ ജീവനെ നേടിയിരിക്കുകയാണ്. അവൻ ഒരുപക്ഷെ പാപം നിമിത്തം മരിക്കാം, അവൻ ശിക്ഷാവിധിയിൽ അകപ്പെടാം. പക്ഷെ നീ നിന്റെ കടമ നിർവഹിച്ചിരിക്കുകയാണ്, നീ നിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുകയാണ്, നീ നിന്റെ ജീവനെ നേടിയിരിക്കുന്നുവെന്ന് തിരുവചനം പറയുകയാണ്. നാം താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുവാനായിട്ട് ദൈവവചനം നമ്മോട് പറയുകയാണ്. തെറ്റ് കണ്ടാൽ ദേഷ്യത്തോടെ കോപത്തോടെ ഉണർത്തിക്കുവാനല്ല. പലപ്പോഴും നാം എടുക്കുന്ന രീതികൾ പലപ്പോഴും അങ്ങനെയാണ്. ഒരുപക്ഷെ നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താൽ നാം അവരെ ശാരീരികമായിട്ട് അടിച്ച് അവരെ മാനസികമായിട്ട് വേദനിപ്പിച്ചൊക്കെ നാം അവരെ തിരുത്താനായിട്ട് ശ്രമിക്കും. എന്നാൽ അങ്ങനെയല്ല, സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹത്തോടെ തെറ്റ് തിരുത്തണം. ഒരുവൻ തെറ്റിലകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, തെറ്റ് വീണുപോയാൽ കോപത്തോടെ വാഗ്വാദത്തോടെ അല്ല അവനോട് തെറ്റിനെ കുറിച്ച് ഉണർത്തിക്കേണ്ടത്. താഴ്മയോടുകൂടെ സ്നേഹത്തോടുകൂടെ തെറ്റിലകപ്പെട്ടിരിക്കുന്ന വ്യക്തിയോട് അവന്റെ തെറ്റിനെ കുറിച്ച് ഉണർത്തിക്കണം. അപ്പോൾ അതാണ് നാം സ്വീകരിക്കേണ്ട രീതി, സമീപന രീതി എന്ന് പറയുന്നത്. സ്നേഹത്തോടെ നാം തെറ്റിനെ കുറിച്ച് ഉണർത്തിക്കേണ്ടതായിട്ടുണ്ട്. താഴ്മയുള്ളവരായിട്ട് നാം കാണപ്പെടണം. ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ സുവിശേഷ വിഭാഗത്ത് മത്തായി സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെ നോക്കുമ്പോൾ കർത്താവ് പറയുന്നു, ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ദൈവരാജ്യത്തിൽ വലിയവനെന്ന് ഇവിടെ പറയുകയാണ്. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഒരു ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവനെന്ന് കർത്താവ് പറയുകയാണ്. ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനെ ചോദിക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ്, ദൈവരാജ്യത്തിൽ വലിയവനാരാണ്? അപ്പോൾ കർത്താവ് ഒരു ശിശുവിനെ വിളിച്ച് അടുത്ത് നിർത്തി അണച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ അവനാണ് ദൈവരാജ്യത്തിൽ സ്വർഗത്തിൽ വലിയവൻ. അപ്പോ നാം നമ്മെ തന്നെ താഴ്ത്തുന്നവരായിട്ട് കാണപ്പെടണം. ദൈവസന്നിധിയിൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും തന്നെ താഴ്ത്തുന്നവരായി വിനയപ്പെടുത്തുന്നവരായിട്ട് കാണപ്പെടണം. അങ്ങനെയുള്ള ധാരാളം വ്യക്തികളെ നമുക്കറിയാം, നമ്മുടെ കൂടെയുള്ള ധാരാളം വ്യക്തികളെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ സഭകളിൽ പോലും അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. തന്നെ എളിമപ്പെടുത്തുന്ന, തന്നെ താഴ്ത്തുന്ന ധാരാളം പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ശിശുവിനെ പോലെ താഴ്മയുള്ളവരായിരിക്കണമെന്ന് ഇവിടെ പറയുകയാണ്. പലപ്പോഴും തന്നെ ഉയർത്തുവാനായിട്ടുള്ള ശ്രമമാണ്. പ്രത്യേകിച്ച് പുരോഹിതന്മാരുടെ ഇടയിലായാലും ശുശ്രൂഷകളുടെ ഇടയിലായാലും ശുശ്രൂഷകളിൽ നിന്ന് വളരെ വലുതായി കാണിക്കുവാനുള്ള ശ്രമമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, തങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ, ദൈവാലയ നിർമ്മാണങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും കാണിക്കുവാനുള്ള, തന്നെ ഉയർത്തുവാനുള്ള പരിശ്രമങ്ങൾ ഇത് ധാരാളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും
തന്നെ തന്നെ ഉയർത്തുവാനുള്ള പരിശ്രമത്തിന് പരമായിട്ട് ദൈവമഹത്വം അവിടെ നഷ്ടപ്പെടുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പലപ്പോഴും സ്വയമായിട്ട് വ്യക്തികൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയല്ല, തന്നെ തന്നെ താഴ്ത്തുന്നവരായിട്ട് കാണപ്പെടണം. എന്തെങ്കിലും നമ്മൾക്കൊരു സാധിച്ചുവെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. നാം കളത്തുകാൽ സഭയിൽ നാം ചെയ്തിരിക്കുന്ന കാര്യം, കളത്തുകാൽ സഭയുടെ നന്ദിയർപ്പണ ആരാധനയാണ്. കളത്തുകാൽ സഭയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ അത് കാച്ചാൻ സഭയെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. പക്ഷേ വ്യക്തികളല്ല, അവിടെ ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കളത്തുകാൽ സഭയിൽ നന്ദിയർപ്പണ ആരാധന ക്രമീകരിച്ചിരിക്കുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ പാസ്റ്ററുടെയോ കമ്മിറ്റി അംഗങ്ങളുടെയോ മഹത്വമല്ല, അവിടെ ശ്രേഷ്ഠതയല്ല, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നാം അവിടെ കാണുന്നത്. കളത്തുകാൽ സഭ എന്ന് പറയുമ്പോൾ ദൈവം ചെയ്ത ഒരു അത്ഭുതമെന്ന് പറയാം. ദൈവം ചെയ്ത ഒരു അത്ഭുതം, നമ്മിലൂടെ ദൈവം ചെയ്ത അത്ഭുതം. നാം വെറും നിമിത്തം മാത്രം, നാം വെറും ഉപകരണങ്ങൾ മാത്രം, ദൈവത്തിന്റെ കയ്യിലെ വെറും ആയുധങ്ങൾ മാത്രം, ഉപകരണങ്ങൾ മാത്രമാണ് നാം. അവിടെ നമുക്കൊന്നും പറയാനായിട്ടില്ല, പ്രത്യേകിച്ച് വ്യക്തികൾക്ക് അവിടെ തന്നെ തന്നെ ഉയർത്തുവാനായിട്ടൊന്നുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അവിടെ നാം കാണുന്നത്. നാം നമ്മെ തന്നെ എപ്പോഴും താഴ്ത്തുന്നവരായിട്ട് കാണപ്പെടണം. നാം ഇടർച്ചകളിൽ നിന്നും മാറി നിൽക്കുന്നവരാകണമെന്ന് ഇവിടെ കർത്താവ് പറയുകയാണ്. ഇടർച്ചകൾ വരുന്നത്, അല്ലെങ്കിൽ ഇടർച്ച ആവശ്യമാണ്, പക്ഷേ ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടമെന്ന് കർത്താവ് പറയുകയാണ്. മത്തായി 18:6 മുതൽ വായിക്കുമ്പോൾ നമുക്കാണ് ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം, ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം. ഒരു ചെറിയവനെ അല്ലെങ്കിൽ കൂടെയുള്ള ഒരു എളിയവന് ഇടർച്ച വരുത്തുന്നവൻ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി കടലിന്റെ അടിയിൽ ഇട്ട് കളയുന്നത് അവന് നല്ലതെന്നാണ്. അപ്പോ കൂടെയുള്ള ഒരുവന് ഇടർച്ച വരുത്തുന്നത് എന്ത് വലിയ പാപം എന്നുള്ളത് നാം ഓർക്കണം. നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് നാം ഇടർച്ചയായിരിക്കുന്നത്, നാം ഒരു തടസ്സമായി, ഒരു പ്രയാസമായിരിക്കുന്നത് എന്ത് വലിയൊരു പാപമാണ്. ഇടർച്ച വരുത്തുന്നവന്റെ കയ്യിൽ വലിയൊരു തിരിക്കല് കെട്ടി അവനെ കടലിന്റെ അടിയിൽ ഇട്ട് കളയുന്നത് നല്ലത്. ഒരിക്കലും പൊങ്ങി വരാതെ വണ്ണം കടലിന്റെ അടിയിൽ ഇട്ട് കളയുന്നത് നല്ലതെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഇടർച്ച എന്ന് പറയുമ്പോൾ വലിയൊരു പാപമായിട്ട് നമുക്ക് കാണാം. ഈ ഇടർച്ച എല്ലാ തലങ്ങളിലുമുണ്ട്. ഒരു പക്ഷേ കുടുംബത്തിൽ നമുക്ക് കാണാം, ഭവനങ്ങളിൽ ഇടർച്ച ഉണ്ടാക്കുന്നവരുണ്ട്, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന വ്യക്തികൾ, സഭയിൽ ഇടർച്ച ഉണ്ടാക്കുന്ന ആൾക്കാർ, സമൂഹത്തിൽ ഇടർച്ച ഉണ്ടാക്കുന്ന ആൾക്കാർ. അവരെ കുറിച്ച് പറയുന്നത് അവർക്ക് അയ്യോ കഷ്ടം എന്ന് കർത്താവ് പറയുക. നാം ഒരിക്കലും ഇടർച്ചയായി തീരരുത്, ആർക്കും ഇടർച്ചയായി തീരരുത്. ഒരു ചിന്തകൻ പറഞ്ഞനുസരിച്ച് വർഷങ്ങളായി വഴിയിൽ കിടക്കുന്ന ആൾക്കാർ ഇടർച്ചയായി കിടക്കുന്ന ഒരു പാറ കഷ്ണത്തെക്കാൾ ഞൊടിയിൽ മിന്യമറയുന്ന മിന്നൽ എത്രയോ ശ്രേഷ്ഠമെന്നാണ്. വർഷങ്ങളായി നടക്കുന്ന വഴിയിൽ ആൾക്കാർക്ക് തടസ്സമായി കിടക്കുന്ന ഒരു കരിങ്കലിനേക്കാൾ ഞൊടി നേരത്തിൽ മിന്യമറയുന്ന മിന്നൽ എന്തുമാത്രം വലിയൊരു സേവനം ചെയ്യുന്നു, എന്തുമാത്രം വലിയതെന്നുള്ളതാണ്. നാം ആർക്കും ഇടർച്ചയായിട്ട് തീരും. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ ജീവിതം, നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് ഇടർച്ചയായി, മറ്റുള്ളവർക്ക് വേദനയായിട്ട് തീരും. മറ്റൊരു തരത്തിൽ പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹരിക്കുവാനായിട്ട് പാടില്ല. പലരും ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന ധാരാളം പേരുണ്ട്, കൺവെർട്ട് ചെയ്തു വരുന്ന ധാരാളം പേരുണ്ട്, ശരിയായ വിശ്വാസത്തിലേക്ക് വരുന്ന ധാരാളം പേരുണ്ട്. നമ്മുടെ പ്രവൃത്തി കണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് വിലക്കിയ വിശ്വാസം വീണ് പോകാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തികൾ ആർക്കും ഇടർച്ചയായിട്ട് തീരുവാനായിട്ട് പാടില്ല. നാം മറ്റുള്ളവർക്ക് ഇടർച്ചയാണോ? നാം മറ്റുള്ളവർക്ക് ഒരു തടങ്കൽ പാറയായിരിക്കുന്നുണ്ടോ? ഇടർച്ചയായിരിക്കുവാനായിട്ട് നാം പാടില്ല. ഇടർച്ചകളിൽ നിന്നും മാറി നിൽക്കുന്നവരായിട്ട്, വഴിയൊരുക്കുന്നവരായിട്ട് നാം കാണപ്പെടും. റോമർ 13-ാം പറഞ്ഞനുസരിച്ച് നഷ്ടപ്പെടുന്നവരെ നേടുന്നവരായിട്ട് കാണപ്പെടും. ക്രിസ്തുവിൽ നിന്നും അകന്നു പോകുന്നവരെ നേടുന്നവരായിട്ട്, സഭയിൽ നിന്നും അകന്നു പോകുന്നവരെ നേടുന്നവരായിട്ട് നാം കാണപ്പെടും. സഭയുമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിട്ട്, സഭയിലൂടെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് അകന്നു പോകുന്നവരെ നാം പോകട്ടെ എന്ന് ചിന്തിക്കാതെ, സഭയിൽ ഫലിതമായ പ്രശ്നങ്ങൾ നേരിട്ട്
അകന്നിരിക്കുന്നവർ അവർ പോകട്ടെ എന്ന് ചിന്തിക്കാതെ നഷ്ടപ്പെട്ടവരെ നേടുന്നവരായിട്ട് നാം കാണപ്പെടുകയാണ്. അകന്നിരിക്കുന്നവരെ ചേർക്കുന്നവരായി, നഷ്ടപ്പെട്ടിരിക്കുന്നവരെ വീണ്ടും ചേർക്കുന്നവരായിട്ട് നാം കാണട്ടെ. അതെ, ശ്രേഷ്ഠാധികാരങ്ങൾക്ക് നാം കീഴ്പ്പെട്ടിരിക്കണമെന്ന റോമർക്ക് ലേഖനത്തിൽ 13-ാം അധ്യായം 1 മുതൽ വായിക്കുന്നതോടെ പറയുന്നു. നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടിരിക്കുന്നവരെ നേടുന്നവരായി, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടുന്നവരായിട്ട് നാം കാണപ്പെടുകയാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കുന്നു. നാം അവന്റെ വചനങ്ങളെ ശരിയായിട്ട് അനുസരിക്കണം. അവന്റെ കൽപ്പനകളെ നാം ശരിയായിട്ട് അനുസരിക്കണം. കർത്താവ് നമുക്ക് വിവിധങ്ങളായ കടമകൾ നൽകി, കർത്തവ്യങ്ങൾ നൽകി വിവിധങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് ഭവനത്തിൽ കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. നമുക്ക് സഭയിലുണ്ട്, സമൂഹത്തിലുണ്ട്. നമുക്ക് വിവിധങ്ങളായ കടമകളും കർത്തവ്യങ്ങളും നമുക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, കടമകൾ, കർത്തവ്യങ്ങൾ നാം ശരിയായിട്ട് നിവർത്തിക്കുകയാണ്. നാം ശരിയായിട്ട് ചെയ്യണം. നാം പരസ്പരം കാമക്കാരെന്ന് ഇവിടെ തിരുവചനം പറയുകയാണ്. നാം പരസ്പരം കാമക്കാരാണ്. ഇത് പറയുമ്പോൾ തെറ്റുണർന്നും ഉണർത്തിയും, മറ്റുള്ളവർ നമ്മുടെ തെറ്റുകളെ ഉണർത്തിക്കുമ്പോൾ നാം ഉണരണം. മറ്റുള്ളവർ നമ്മുടെ കുറവുകളെ, നമ്മുടെ തെറ്റുകളെ ഉണർത്തിക്കുമ്പോൾ ശത്രുവായിട്ട് നാം കാണാതെ, മറ്റുള്ളവർ നമ്മുടെ തെറ്റുകളെ ഉണർത്തിക്കുമ്പോൾ നാം തെറ്റ് ഉണരണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ തെറ്റ് നാം ഉണർത്തുന്നവരായിട്ട് കാണണം. മറ്റുള്ളവർ നമ്മുടെ തെറ്റുകളെ ഉണർത്തിക്കുമ്പോൾ നാം ഉണരണം. അതുപോലെ തെറ്റിലായിരിക്കുന്ന മറ്റുള്ളവരെ, അവരുടെ തെറ്റുകളെ ഉണർത്തിക്കുന്നവരായിട്ട് നാം കാണപ്പെടണം. എന്ന് പറയുമ്പോൾ പരസ്പരം നാം കാവൽക്കാരാണ്. നമ്മുടെ കൂടെയുള്ളവരുടെ കാവൽക്കാരാണ്. നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളുടെ കാവൽക്കാരാണ് നാം. അതുകൊണ്ട് തന്നെ തെറ്റുണർന്നും ഉണർത്തിയും നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. വിദർശകളിൽ നിന്ന് മാറി താഴ്മയും വിനിയോഗം നാം സൂക്ഷിക്കണം. സ്നേഹപൂർവ്വം ജീവിച്ച് ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനായിട്ട് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ, പരസ്പരം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നു എന്നിവിടെ തിരുവചനം പറയുന്നു. റോമർക്ക് ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളത് കാണാം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ എന്നിവിടെ പറയുകയാണ്. പരസ്പരം ഉച്ച സ്നേഹിക്കുവാനൊക്കെ നമുക്ക് കൊടുക്കാം. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹത്തിലൂടെ ദൈവത്തിന്റെ കൽപ്പനകളെ പൂർത്തീകരിക്കാം. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണം നമുക്ക് നിവർത്തിക്കാം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകളെ നമുക്ക് നിവർത്തിക്കാം. പരസ്പരം ഉറ്റ് സ്നേഹിക്കുന്നവരായി, പരസ്പരം കാവൽക്കാരായി, കരുതുന്നവരായി, പരസ്പരം താങ്ങുന്നവരായി, പരസ്പരം ആശ്വാസം പകരുന്നവരായി നമുക്ക് കാണാം. വിദർശകളായി തീരാതെ, നാം ഒരു തടങ്കൽ പാറയായിട്ട് നാം കാണപ്പെടാതെ, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നവരായി നാം കാണപ്പെടാതെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നവരായി, മറ്റുള്ളവർ താങ്ങുന്നവരായിട്ട് നമ്മൾ കാണണം. അതിനായിട്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ വിളിക്കുകയാണ്. അതിനായിട്ട് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ഒരുക്കുകയാണ്. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ എവരെയും സഹായിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുകൾ കാക്കുമാറാകട്ടെ. ആമേൻ. നീറ്റ് ധർമ്മശീല വാക്യം ചൊല്ലിക്കാർ.
അഭ്യസിക്കുന്ന ഞങ്ങളുടെ കാര്യവാനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധനായിട്ട് നമ്മളോട് സ്തോത്രം ചെയ്യും. കാലഘട്ടത്തിലും നമ്മുടെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഒരു മനസ്സോടെ ഐക്യതയോടെ അങ്ങേ ആരാധിക്കുവാൻ, നമ്മുടെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ഉള്ളങ്ങളെ ഉയർത്തുവാൻ, നിങ്ങളുടെ വചനങ്ങളെ ഗ്രഹിക്കുവാൻ ദൈവത്തിന് തന്ന ഈ വിലയേറിയ അവസരത്തിനായി പറയുന്നു. കേട്ട വചനങ്ങൾ ശരിയായിട്ട് ചിന്തിക്കുവാൻ, വചനപ്രകാരം ചിന്തിക്കുവാൻ വളരെ സഹായിക്കണം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ വാർദ്ധക്യാവസ്ഥയിലായിരുന്ന പ്രിയപ്പെട്ടവരെ ഈ സമയവും വാർദ്ധക്യ സൗകര്യമായ എല്ലാവരും ബന്ധനങ്ങൾ നൽകണം. അത്രത്തോളം നമ്മുടെ സാക്ഷി മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാതെ കർത്താവ് വചനങ്ങളെ ചോദിച്ചു പ്രകടിപ്പിക്കുവാൻ, വചനപ്രകാരം മുന്നേറുവാൻ കർത്താവിനെ അന്വേഷിക്കുന്ന നമ്മെ ആരാധിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന പുതിയ തലമുറ കർത്താവിന്റെ സമൂഹത്തിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും കർത്താവ് രൂപപ്പെടുവാൻ തക്കൊണ്ട് നമ്മെ സഹായിക്കണം. കർത്താവെ, രോഗാവസ്ഥയിലായിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആശുപത്രികളിലും ഭവനങ്ങളിലും സ്ഥലത്തിലുമായും പ്രാർത്ഥിക്കും. കർത്താൻ ഭാരതവരെ കടാക്ഷിക്കണം. പൂർണ്ണമായൊരു സൗഖ്യം, പൂർണ്ണമായ വിടുതൽ പ്രാർത്ഥിക്കണം. കർത്താവെ, മാനസികമായ പ്രയാസങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പുറത്തു പറയാൻ സാധിക്കാൻ ദുഃഖത്തിലും നിരാശയിലും ആകുലതയിലുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് പ്രയാസങ്ങൾ ഭാരങ്ങൾ നീക്കണം. അവിടെ പ്രയാസങ്ങൾ കുറവടങ്ങിയ പ്രാർത്ഥന കൊണ്ടുവരണം. അവസ്ഥകൾ കൊണ്ടുവരണം പ്രവർത്തിക്കണം. കർത്താവെ, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭാരങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നീതി കൊടുക്കണം. സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ മാറ്റണമേ. സമ്പത്തിൽ അനുഭവത്തെ പ്രദാനം ചെയ്യണമേ. കർത്താവ് നേടിക്കാച്ചാണ് സഭയ്ക്കായിട്ട് നന്ദി പറയും. ഇപ്രകാരം ഓരോ സഭകൾക്ക് നൽകുന്നതിനായിട്ട് നന്ദി പറയും. നമ്മുടെ സഭ ആത്മീയമായും ഭൗതികമായും വളരെ ബന്ധരിക്കുവാൻ തക്ക സമ്മതിക്കണം. കർത്താവെ, നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. കർത്താവെ, പണികൾ ശരിയായിട്ട് പൂർത്തീകരിക്കാനുള്ളതെല്ലാം സാഹചര്യം ഒരുക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയങ്ങളിലൂടെ നിർമ്മിക്കുവാൻ, നമ്മുടെ നാമത്തെ സൃഷ്ടിക്കുവാൻ, സന്തോഷിക്കുവാൻ കർത്താവെ ഇടയാങ്ങളുടെ എല്ലാ സാധനങ്ങളെയും അന്ന് തുറക്കണമേ. പരിശുദ്ധ കർത്താവെ, കടത്തുകാൽ സഭയ്ക്കായി പ്രാർത്ഥിക്കും. കർത്താവെ, കടത്തുകാൽ സഭയുടെ ആറ്റത്തിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഈ ദിവസത്തിൽ ഒരു നന്ദി അർപ്പണാരെ ക്രമീകരിക്കുവാൻ നൽകിയ അവസരത്തിനായിട്ട് നന്ദി പറയും. കടത്തുകാൽ സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ എല്ലാ പ്രിയപ്പെട്ടവരെയും സാമ്പത്തികമായിട്ട് സഹായിച്ച, മറ്റുള്ള സഹായ സഹകരണങ്ങൾ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയം പ്രാർത്ഥിക്കും. കർത്താവ് പേരായി കുടുംബമായിട്ട് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് സഭയുടെ നന്ദിയർപ്പണ ആരാധനയിൽ നമ്മുടെ മഹനീയമായ സ്ഥാനത്തിൽ നിങ്ങളുടെ ഭാഗങ്ങൾ കൂടെയിരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. പുസ്തകത്തിൽ 321 പാട്ടാണ്. 321 പാട്ട് വലിയ പുസ്തകത്തിൽ 568 പുസ്തകത്തിൽ 568 പാട്ട്. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി
കണ്ണിൽ കണ്ടു ഞാൻ ദൈവികജ്ഞാനം നൽകിയവൻ രക്ഷാദാനം കണ്ണിൽ കണ്ടു ഞാൻ ദൈവികജ്ഞാനം സേവയവന്നഭിമാനം തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ആനന്ദം സ്തുതിക്കും എന്റെ വിശുദ്ധി കണ്ണിൽ നിത്യവും ഏറി വരുവാൻ എന്റെ വിശുദ്ധി കണ്ണിൽ നിത്യവും ഏറി വരുവാൻ കാക്കുക അന്ത്യമതോളം തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി നാവുകളാലും പതിനായിരം വാക്കുകളാലും ആയിരം നാവുകളാലും പതിനായിരം വാക്കുകളാലും ആദിത്യ സ്നേഹമവല്യമയാലും ഞാനും സ്തുതിക്കും തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി നിത്യത തന്നിൽ ഞാനെത്തും എന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും നിത്യത തന്നിൽ ഞാനെത്തും എന്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും ആനന്ദ കണ്ണിൽ കണ്ണീട്ടും ആനന്ദം സ്തുതിക്കും തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ആനന്ദം സ്തുതിക്കും. പ്രാർത്ഥനയ്ക്കായിട്ടിരുന്ന മാസ്റ്റോലി കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ മോഹൻ ജോസ്, ക്രിസ്തുഭവൻ, സജികുമാർ നേതൻ, ചാൾസ് കാച്ചാണി, സുശീലാദാസ് തൃശ്ശൂർ കരുത്ത്. ശുശാൻ കാണിക്ക നൽകിയിരിക്കുന്നവർ ജന്മദിന കാണിക്ക രസികലാൽ, ശുശാൻ കാണിക്ക ബിപിൻ, രവീന്ദ്രൻ മൂന്നാമ്പാറ, സജികുമാർ നേതേ, വിവാഹ വാർഷിക കാണിക്ക മോഹൻ ജോസ്, രമണി ദമ്പതികൾ, ലിയോൺ കുടുംബവും ശുശാൻ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ശുശാൻ കാണിക്ക പ്രതീക്ഷ ആൻപതി. പ്രാർത്ഥന. ഞങ്ങളുടെ ജീവന്റെ നാഥനും ഉടമസ്ഥനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, അനുഗ്രഹീതമായ മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ പ്രഭാതത്തിനായി നന്ദി പറഞ്ഞു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്ന വിവിധങ്ങളായ നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവനും അനുഭവിപ്പാൻ അറിവാണ്ടത്തവണ്ണം നിങ്ങളെ സഹായിക്കുക. എല്ലാ തലങ്ങളിലും കൂടെ ഞങ്ങളെ പരിപാലിച്ചതോർത്ത് എന്ന് പറഞ്ഞു. കർത്താവെ, ഞങ്ങളുടെ സന്നിധി വിവിധങ്ങളായ പ്രാർത്ഥനകളുമായി, യാചനകളുമായിട്ട് ആയിരിക്കുന്ന ഓരോരുത്തരും കടാശിക്കണമേ, തീർക്കാൻ പാർക്കണമേ. ഓരോ ഉള്ളത്തിലെയും ആഗ്രഹങ്ങൾക്കൊത്തവൻ, പ്രാർത്ഥനകൾക്കൊത്തവണ്ണം പ്രവർത്തിക്കണമേ. പ്രിയമക്കളുടെ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച സ്വീകരിക്കണമേ. കൂടുതലായി ആലയത്തിന് വളർച്ചയ്ക്ക് വേണ്ടി നൽകുവാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും സാമ്പത്തിക പദ്ധതിയും നൽകണമേ. ദൈവമേ, മാസൂരി കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ ഓർക്കുന്നു. ഒരു മാസക്കാലം ദൈവം നൽകിയ നന്മയുടെ ഒരു ഭാഗം ദശാംശമായി സമർപ്പിക്കാൻ ഈ കുടുംബങ്ങളെ സഹായിച്ചു. കർത്താവെ, ആത്മീകമായ നന്മകളാലും ഭൗതികമായ നന്മകളാലും
പ്രിയ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. യഥാർത്ഥ ക്രിസ്തീയ ഭവനങ്ങളായി ശ്രദ്ധിക്കുവാൻ ഇടയാക്കണം. പരിശുദ്ധ കർത്താവെ, ജന്മദിന കാണിക്ക സമർപ്പിച്ചിരിക്കുന്ന രസികരായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയമകൾ ജനിച്ച നാൾ മുതൽ ഇതുവരെ കർത്താവിന്റെ കൃപയും കരുതലും കൂടെ ഇരുന്നതിനായിട്ട് നന്ദി പറയുന്നു. നൽകിയ ഭൗതികവും ആത്മീയവുമായ നന്മകൾക്കായിട്ട് നന്ദി പറയുന്നു. ഈ പുതിയ വയസ്സ് ദൈവമേ അനുഗ്രഹത്തിൻ്റെതും നന്മയുടേതും സമർപ്പിച്ചതും മാത്രം നൽകണമേ. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൃപകളും വരങ്ങളും താരങ്ങളും നൽകണമേ. ഭാവികാലം ഭാവി ജീവിതം എല്ലാ അർത്ഥത്തിലും നിത്യപ്രദമായി നിർത്തണമേ. പരിശുദ്ധ കർത്താവെ, വിശിഷ്ടാൽ നാടിന് നൽകിയിരിക്കുന്ന ലിയോണിന് ഞങ്ങൾ ഈ സമയം നോക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലിയോണെയും ദെബോറയെയും നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളെ അനുഗ്രഹിക്കാൻ പാർക്കണമേ എന്ന് നൽകി വരുന്ന ആത്മീകവും ഭൗതികമായ നന്മകൾക്കായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, ലിയോന്റെ എല്ലാ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും അനുഗ്രഹിക്കണമേ. ധാരാളം വർക്ക് ലഭിക്കാൻ ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ ഇടയാക്കണമേ. ദൈവമേ, ദെബോറയോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബനാഥിയായി എപ്പോഴും പ്രാർത്ഥിച്ച് ആദരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുവാൻ സഹായിക്കണമേ. ദാനമായിട്ട് നൽകി മക്കളെ ഓർക്കുന്നു. ദാരുവിനെയും നമ്മുടെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവമേ, ദാരുവിനെയും നമുക്ക് പാർക്കണമേ. രണ്ടു മക്കളും അനുഗ്രഹിക്കപ്പെട്ട മക്കളായി വളരുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ കുഞ്ഞുങ്ങളെ കുറയ്ക്കണമേ. നല്ല വ്യക്തിത്വങ്ങൾ കുടമകളായി വളരുവാൻ ഇടയാക്കണമേ. ദൈവം നൽകിയിരിക്കുന്ന കാണിക്കാൻ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ, 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മോഹൻ ജോസ് രമണി എന്ന ദമ്പതികളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം 40 വർഷത്തെ ദാമ്പത്യ ജീവിതം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി തീർത്തതിനായിട്ട് നമ്മൾ പറയുന്നു. ഈ 40 വർഷത്തെ കുടുംബ ജീവിതത്തിൽ പലതുമായ കഷ്ടതകളും ഭാരങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിൽ നേരിട്ടുവെങ്കിലും കർത്താവിന്റെ കൃപ എല്ലാ തലങ്ങളിലും തുടരുന്നതിനായിട്ട് നമ്മൾ പറയുന്നു. ഇത്രമാത്രം വിശ്വാസ സ്ഥിരതയോടെ ജീവിക്കാൻ ഇടയാക്കിയതിനായിട്ട് നമ്മൾ പറയുന്നു. കർത്താവെ, രണ്ടുപേരെയും നിൽക്കാൻ പാർക്കണമേ. നമ്മുടെ അനുഗ്രഹത്തിന്റെ കരം മനുഷ്യനിൽ വെക്കണമേ. രണ്ടുപേരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, പ്രിയപ്പെട്ട പുതിയ വർഷം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണമേ. ഇനിയും ഭാഗം ചെയ്തിരിക്കുന്ന ആത്മീയ നന്മകളും ഭൗതികമായ അനുഗ്രഹങ്ങളും തരണമേ. പരിശുദ്ധ കർത്താവെ, വിശിഷ്ടാൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സജ്ജികുമാരൻ നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയമകനെ നിൽക്കാൻ പാർക്കണമേ. പ്രിയമകൻ അകലെയായിരിക്കുന്നവല്ലോ താനായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിനെ സംരക്ഷണം അനുഭവിക്കാൻ സഹായിക്കണമേ. കർത്താവെ, സജ്ജികുമാരന് കർത്താവെ നാട്ടിൽ തന്നെ നല്ലൊരു ജോലി ലഭിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ, വിശിഷ്ടാൽ കാണിക്ക് നൽകിയിരിക്കുന്ന രവീന്ദ്രൻ എന്ന കുടുംബനാഥനോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ദൈവഭയത്തിനായി, ദൈവാശ്രയത്തിനായി, അങ്ങനെയുള്ള ഉറച്ച വിശ്വാസത്തിനായിട്ട് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബനാഥനായിട്ട് നിൽക്കാൻ സഹായിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. ധാരാളം അവസരങ്ങളെ പ്രദാനം ചെയ്യണമേ. കുടുംബനാഥയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ. ശാരീരിക സുഖവും ബലവും നൽകണമേ. കർത്താവിൽ പോയി പറ്റിച്ചേർന്ന് ജീവിക്കാൻ ഇടയാക്കണമേ. നൽകിയിരിക്കുന്ന കാണിക്ക സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ, വിശിഷ്ടാൽ കാണിക നൽകിയിരിക്കുന്ന പ്രതീക്ഷ പ്രദീപിനവും പ്രാർത്ഥിക്കുന്ന ദൈവമേ, പ്രതീക്ഷയെ അനുഗ്രഹിക്കണമേ. ചെറുപ്രായത്തിൽ തന്നെ എന്റെ ബുദ്ധിയിലും ജ്ഞാനത്തിൽ വളരുവാൻ സഹായിക്കണമേ. വചനത്തിൽ വളരുവാൻ, വചനത്തിൽ നിലനിൽക്കുവാൻ കുഞ്ഞിനെ സഹായിക്കണമേ. കുഞ്ഞ് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമായി തന്നെ കാണപ്പെടുവാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയിരിക്കുന്ന കാണിക്ക് സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ, വിശിഷ്ടാൽ കാണിക്ക് നൽകിയിരിക്കുന്ന ബിബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ കർത്താവെ, പ്രിയമകന്റെ പ്രവർത്തനങ്ങളെ, അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ദേശത്തോടു കൂടി കാണിക്ക നൽകിയിരിക്കുന്നുവെന്ന് കർത്താവ് കാണുന്നുവല്ലോ. പ്രിയമകന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കൊത്തവണ്ണം, പ്രാർത്ഥനകൾ കൊത്തവണ്ണം പ്രവർത്തിക്കണമേ. പരിശുദ്ധ കർത്താവെ, ഏറെ സ്ഥാനങ്ങൾ കാണിക്കായിട്ട് സമർപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നൽകിയ നന്മയുടെ ഒരു ഭാഗം ഇവിടെ ദൈവമേ ലേല കാണിക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നുവല്ലോ. ലേല പ്രശംസത്തെ സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, നിങ്ങളുടെ ആ കളത്തുകാൽ സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഈ കാറ്റാൻ സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഫലിതമായി സഹായം ചെയ്ത ഞങ്ങളുടെ ഈ സഭയോട് അടുത്തുള്ള എല്ലാ കടകളെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവം സഹായിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ സമയം ഓർക്കുന്നു.
കർത്താവെ നിൽക്കാൻ പാർക്കണമേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ നല്ല കാലാവസ്ഥ അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോകത്ത് ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസ് എന്ന മഹാമാരിയെ പൂർണ്ണമായിട്ട് നീക്കണമേ. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തണമേ. ഇപ്പോഴുള്ള ഈ രോഗത്തെ പൂർണ്ണമായിട്ട് നീക്കണമേ. ശരിയായ ചികിത്സ ലഭിക്കാൻ, ശരിയായ കർത്താവെ മെഡിസിൻ കണ്ടെത്തുവാൻ കർത്താവ് തന്നെ പ്രവർത്തിക്കണമേ. ആവശ്യമായ ആലോചനയും ദർശനവും നൽകണമേ. കർത്താവെ ശരിയായ കർത്താവ് ചികിത്സ കർത്താവ് പ്രദാനം ചെയ്യണമേ. എന്നതിന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവ് ആവശ്യങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. സ്വസ്ഥനായ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുനിഷ്ടം ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ പാപകടങ്ങളെ ക്ഷമിക്കണം. നിങ്ങളുടെ പരീക്ഷയെ കിടത്താതെ സമൃദ്ധി രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആരാധനയ്ക്ക് ശേഷം 11 മണിക്ക് എല്ലാ സഭയായിട്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം. 11 മണിക്ക് കളത്തുകാൽ പള്ളിയുടെ നന്ദി അർപ്പണ ആരാധനയായിട്ട് ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. സഭയായി കുടുംബമായിട്ടും എല്ലാ ആൾക്കാരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പള്ളിയുടെ പണികൾ വരുന്ന ആഴ്ച മുതൽ പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. സഭയായി എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം ഉണ്ടായിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ലഘുസമ്പാദ്യ പദ്ധതിയുടെ പുതിയ ചിട്ടി ഈ മാസം ആരംഭിക്കുന്നതാണ്. അതിൽ പേര് കൊടുത്തിട്ടുള്ളവർ അതിൻ്റെ തുക കണ്ണീരോടെ ഏൽപ്പിക്കേണ്ടതാണ്. ആരാധനയോടനുബന്ധിച്ച് തന്നെ കഴിയുന്നത് എല്ലാവരും കർത്താർപള്ളിയുടെ വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയത്. കഴിഞ്ഞ നാളുകളിൽ വളരെയധികം നല്ല രീതിയിൽ എൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ അധികം അത് എല്ലാവരും വന്ന് കാണണം. അത് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ കമ്പനിയുടെ കാലത്ത് തിരിച്ചു പിടിച്ചു. അതിൻ്റെ പണികളെല്ലാം വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ ദൈവം സഹായിച്ചു. ഒരു നന്ദിയർപ്പണ ആരാധനയായിട്ടാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. വരുന്ന ആഴ്ച മുതൽ ഉള്ള ആരാധന സാധാരണ പോലെ ക്രമീകരിക്കുന്നതായിരുന്നു.